എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ മൊമന്റോസ്കി അവൻ ഹാപ്പി ആയിട്ട് ഫ്ലൈ ചെയ്യാണ്. കൈഡോയുടെ മകൾക്കാണെങ്കിൽ അതിലേറെ ഹാപ്പി. അവനാണെങ്കിൽ ലൂഫി പറഞ്ഞ കാര്യം ആലോചിക്കും. നീ ഓടന്റെ മകനാണ്. ഈ ഒറുഗഷിമയും ഈ ഒരു വാനോ കിൻഡോവും എല്ലാം പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മാത്രമല്ല നീ പഴയതുപോലെ പവർ ഇല്ലാത്ത മൊമന്റോസ്കി അല്ല, നിനക്ക് പവറുണ്ട്. 4 എംപറേഴ്സിൽ ഒരാളായ കൈഡോയാണ് നീ കടിച്ചു പറിച്ച് അറ്റാക്ക് ചെയ്തത്. സോ അതിനർത്ഥം നിന്റെ ഉള്ളിൽ നല്ല പവറുണ്ട് എന്നാണ്. മൊമന്റോസ്കി ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അങ്ങനെ ആത്മാഭിമാനം കൊണ്ട് മുൻപോട്ടേക്ക് ഫ്ലൈ ചെയ്യുകയാണ്. ഇവിടെ മകൾക്കും ഭയങ്കര സന്തോഷം. അവൾ മുകളിലേക്ക് നോക്കും. ആ ഫുൾ മൂണ് അതങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷം. വാവ്, ഈ ഒരു വലിയ വാറ് അത് അവസാനിച്ചതിന് ശേഷം എനിക്ക് ഈ ഫുൾ മൂൺ നോക്കി എൻജോയ് ചെയ്യണം. ഈ ഒരു ഫയർ പാർട്ടി അതെനിക്ക് അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറഞ്ഞ് അവള് ഒറുഗഷിമയുടെ ക്ലോസ് എത്തുന്ന താമസം ഇപ്പോ ഒറുഗഷിമയിൽ നിന്ന് വലിയ വലിയ കല്ലുകൾ അതങ്ങനെ അടർന്നു വീഴുകയാണ്. മൊമന്റോസ്കിക്കാണെങ്കിൽ വളരെ വേഗത്തിൽ അതിൽ നിന്ന് വെട്ടിത്തിരിയാനായിട്ട് കഴിയുന്നില്ല. മൊമന്റോസ്കി അവളോട് പറയും, ഞാൻ ഇപ്പോഴാണ് ഇത് ഏകദേശം കൺട്രോൾ ചെയ്ത് വരുന്നത്. എന്നെ കൊണ്ട് ഇത്രയും സ്പീഡിൽ ഡീവിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവളാണെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയും. ഭയം കാരണം നമ്മുടെ ചെക്കൻ അവനാണെങ്കിൽ ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യാൻ മറന്നുപോയി. കൺട്രോൾ പോയി അത്രയും മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ ഉച്ചത്തിൽ നിലവിളിക്കും. നിർത്താതെ അവനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. മൊമന്റോസ്കി, നീ ആ ക്ലൗഡ്സ് ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോ. അടുത്ത നിമിഷം അവനാണെങ്കിൽ വീണ്ടും ക്ലൗഡ്സ് ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് ഫ്ലൈ ചെയ്ത് വരികയാണ്. അപ്പോഴായിരിക്കും മൊമന്റോസ്കി അവനാണെങ്കിൽ അടർന്നു വീഴുന്ന പാറകൾ അതൊന്ന് ശ്രദ്ധിക്കുക. അവൻ അവളോട് പറയും, ആ പാറകൾക്ക് വലിയ വലുപ്പമുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഈ ഒരു ബോഡി കൺട്രോൾ ചെയ്യാൻ പഠിച്ചത്. സോ ഈ കരുതും പോലെ അത്ര ഈസി ആയിട്ട് എനിക്കിത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. മാത്രമല്ല ആ ഉരുണ്ട് വീഴുന്നതെല്ലാം പാറകൾ മാത്രമല്ല, അത് ഒറുഗഷിമ ഐലാൻഡാണ്. ഐലാൻഡ് തന്നെ കുറേശ്ശെ തകരുകയാണെന്ന് പറയും. അത് കേട്ട് ഞെട്ടി അവൾ ആ ഐലാൻഡിലേക്ക് നോക്കും. അവൾക്ക് പിടികിട്ടും കൈഡോയുടെ പവറിലാണ് ആ ഐലാൻഡ് അങ്ങനെ ഫ്ലൈ ചെയ്ത് പോകുന്നത്. കൈഡോ ഇപ്പോൾ ഫൈറ്റ് ഒക്കെ ചെയ്ത് കുറേശ്ശെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് ആ ഐലാൻഡ് അത് പതിയെ പതിയെ തകരാനായിട്ട് തുടങ്ങിയത്. അത് ഒന്നുകിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു ഫ്ലവർ ക്യാപിറ്റൽ ലാൻഡായി ഫ്ലവർ ക്യാപിറ്റൽ നശിപ്പിക്കും, അല്ലെങ്കിൽ അത് എയറിൽ വെച്ച് തന്നെ മുഴുവനായിട്ടും തകർന്ന് ആ ഐലാൻഡ് ഇല്ലാതായി ഐലാൻഡിലുള്ള എല്ലാവരും തന്നെ മരിക്കും. സോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ കൺഫ്യൂസ്ഡ് ആവുകയാണ്. അതേസമയം കൈഡോയും ലൂഫിയും രണ്ടുപേരും ഒരുപാട് സമയം ഫൈറ്റ് ചെയ്ത് ഇപ്പൊ തളർന്നിരിക്കുകയാണ്. അവർ പരസ്പരം നോക്കി ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അല്പനേരം റെസ്റ്റ് എടുക്കും. അതിനുശേഷം വീണ്ടും ആക്ഷനും പവറും ഒക്കെ ഇട്ട് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. മൊമന്റോസ്കി ആണെങ്കിൽ ഫ്ലവർ ക്യാപിറ്റലിലേക്ക് നോക്കും. ഇനി 10 മിനിറ്റോട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അത് ആ ഫ്ലവർ ക്യാപിറ്റലിൽ പതിക്കും. ഉറപ്പായാലും ലൂഫി ആയിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഐലാൻഡ് അത് മുഴുവനായിട്ടും സ്കൈയിൽ വെച്ച് തന്നെ തകർന്ന് ഫ്ലവർ ക്യാപിറ്റലിലുള്ള ഇടങ്ങളിലേക്ക് വീണ് അവിടെയുള്ള ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെടും. സോ ഇനി ഞാൻ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എത്രയും വേഗം അത് തടയണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അതിനെ ആഞ്ഞെട്ടിച്ച് എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതിന് ഇവിടെ മകളാണെങ്കിൽ വിളിച്ചു പറയും, മൊമന്റോസ്കി നീ എന്തായി ചെയ്യണേ? നീ അതിനെ ആഞ്ഞടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, അത് തകർന്നു പോവും. അത് തകർന്നു പോയാൽ ഇതിലും വലിയ അപകടമാണ് സംഭവിക്കുക. കൈഡോ അവന്റെ ആ ഒരു വലിയ ക്ലൗഡ് അതുപയോഗിച്ചാണ് ഐലാൻഡ് മുഴുവനായിട്ട് കൺട്രോൾ ചെയ്ത് മൂവ് ചെയ്യിപ്പിക്കുന്നത്. സോ നീ നിന്റെ പവർ ഉപയോഗിച്ച് അതിലും വലിയൊരു ക്ലൗഡ് അത് ക്രിയേറ്റ് ചെയ്ത് അതിനെ തിരികെ കൊണ്ടുപോകണം. അത് കേട്ട് മൊമന്റോസ്കി അവൻ ഞെട്ടും. അയ്യോ ഇല്ല, എന്നെ കൊണ്ട് അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ അത് ന്യൂ ആണ്. എനിക്കത് കൺട്രോൾ ചെയ്യാനോ അത്തരത്തിൽ ജയന്റ് ക്ലൗഡിനെ ക്രിയേറ്റ് ചെയ്യാനോ പറ്റില്ല. അതിനവള് പറയും, തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് പറ്റും. അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് നിന്നെ കൊണ്ടും കഴിയും. അതിന് നീ ശ്രമിക്കണം. നിന്നോടൊപ്പം കട്ട സപ്പോർട്ടായിട്ട് ഞാനും ഉണ്ട്. നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ എയറിൽ വെച്ച് അത് തകർന്ന് പവർ ക്യാപിറ്റൽ മുഴുവനായിട്ടും തകർന്നില്ലാതാവും. ഈ ഒരു ഒറുഗഷിമയിൽ ഒരുപാട് വെപ്പൻസ് ഉണ്ട്. അത് താഴേക്ക് വീഴുന്ന വീഴ്ചയിൽ മുഴുവനായിട്ടും പൊട്ടിത്തെറിച്ച് വാനോ കിൻഡം തന്നെ ഇല്ലാതാവും. അങ്ങനെയൊന്നും സംഭവിക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. എന്ത് വില കൊടുത്തും നമ്മൾ തടയണമെന്ന് പറഞ്ഞ് അവരിപ്പോൾ കാര്യമായിട്ട് പ്ലാൻ ചെയ്യും. മൊമന്റോസ്കി ആണെങ്കിൽ അവളോട് ചോദിക്കും, ജനങ്ങളെ അവരെ രക്ഷപ്പെടുത്താനായിട്ട് മറ്റെന്തെങ്കിലും വഴിയുണ്ടോ? അതിനവള് പറയും, അവരെ എല്ലാവരെയും അവിടുന്ന് റീഹാബ് ചെയ്യിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഇനി അവശേഷിക്കുന്നത് 10 മിനിറ്റ് മാത്രമാണ്. അതിനുള്ളിൽ അതവിടെ പതിക്കും. അതിനുള്ളിൽ എല്ലാവരെയും മാറ്റാൻ നമ്മളെ കൊണ്ടാവില്ല. അത് തടയാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമാണ്, നിനക്ക് മാത്രം. നീ ആ ക്ലൗഡ് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് അതിനെ ഇവിടുന്ന് മൂവ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകണം. മൊമന്റോസ്കി ആണെങ്കിൽ ആ ഫ്ലവർ ക്യാപിറ്റലിലേക്ക് അങ്ങനെ സൂം ചെയ്ത് നോക്കും. അവിടെയാണെങ്കിൽ ജനങ്ങൾ ഇതൊന്നും അറിയാതെ അടിച്ചു പൊളിച്ച് ആ ഫയർ ഫെസ്റ്റിവൽ ആഘോഷമാക്കുകയാണ്. മൊമന്റോസ്കി ആണെങ്കിൽ ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടാവും. എന്തുകൊണ്ട് നമുക്ക് ലൂഫിയെ തടഞ്ഞുകൂടാ? ലൂഫി കൈഡോയെ തകർത്ത് കളഞ്ഞ ഈ ഒരു ഐലാൻഡ് മുഴുവനായിട്ടും തകർന്നു പോകില്ലേ? അത് കേട്ട് കൺട്രോൾ പോയ നമ്മുടെ പെണ്ണ് അവന്റെ ഇടയ്ക്ക് തന്നെ ആഞ്ഞൊരട്ടി. യു ആർ അൺബിലീവബിൾ. ആക്ച്വലി അവനെ തകർക്കേണ്ടത് നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് ഇപ്പൊ ലൂഫി ചെയ്യുന്നത്. അവനെ തകർത്തിട്ടില്ല എങ്കിൽ വാനോ കിൻഡം തന്നെ ടേക്ക് ഓവർ ചെയ്യും. നീ എത്രയും സ്പീഡിൽ ആ ക്ലൗഡ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഒറുഗഷിമ അതിനെ മൂവ് ചെയ്യിപ്പിക്കണമെന്ന് തീർത്ത് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ സോറോയെയും സാഞ്ചിയെയും കാണിക്കും. അവർ രണ്ടുപേരും വിട്ടുകൊടുക്കാതെ
ആ ക്വീനോടും കിങ്ങിനോടും പൊരിഞ്ഞ പോരാട്ടം. ക്വീനാണെങ്കിൽ എത്രയൊക്കെ അടി കിട്ടിയിട്ടും ഇടി കിട്ടിയിട്ടും യാതൊരു കൂസലുമില്ല. അത് വീണ്ടും വീണ്ടും ഇപ്പൊ സാഞ്ചിക്ക് പിന്നാലെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവൻ സാഞ്ചിയെ കളിയാക്കുകയും വിളിച്ചും ആ ലേസർ ബീം പവർ അതുപയോഗിച്ച് സാഞ്ചിയെ അറ്റാക്ക് ചെയ്യും. പക്ഷെ സാഞ്ചി അവൻ അറ്റാക്കിൽ നിന്നെല്ലാം വെട്ടിത്തിരിഞ്ഞ് ക്വീനെ തിരികെ അറ്റാക്ക് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് സോറോ അവനാണെങ്കിൽ അവന്റെ 3 സ്ക്വാഡ് സ്റ്റൈലില് പവർ ഒക്കെ ഉപയോഗിച്ച് കിങ്ങിനെ അറഞ്ചം പുറഞ്ച് ആഞ്ഞു വെട്ടും. പക്ഷെ കിങ് ആണെങ്കിൽ ആ ഒരു അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് സോറോയ്ക്ക് ടഫ് കൊടുത്തുകൊണ്ടേയിരിക്കും. സോറോയാണെങ്കിൽ വിട്ടുകൊടുക്കാതെ വീണ്ടും വീണ്ടും അവൻ അറ്റാക്ക് ചെയ്ത് ഇപ്പോ അവന്റെ ഒരു കൈയുടെ ഭാഗം തന്നെ അങ്ങനെ വെട്ടേറിയാണ്. പക്ഷെ കിങ് ആളാണെങ്കിൽ സിമ്പിളായിട്ട് ഇപ്പോൾ ഫ്ലൈ ചെയ്യുന്ന ഡൈനോസറിന്റെ രൂപത്തിലേക്ക് മാറുകയാണ്. 2 ചിറകുകൾ അതങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നഷ്ടപ്പെട്ടു പോയ കൈകൾക്ക് പകരം അവൻ ക്രിയേറ്റ് ചെയ്യും. ഓറോയ്ക്കാണെങ്കിൽ കിങ് എന്താ ചെയ്യാൻ പോണെന്ന് പിടികിട്ടില്ല. പക്ഷെ അവർക്ക് എല്ലാവർക്കും വമ്പ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് അവൻ ആ ചിറകുകൾ ഉപയോഗിച്ച് അങ്ങനെ സ്വിങ് ചെയ്യുകയാണ്. ഓരോ സ്വിങ്ങിലും ഓരോ എയർ സ്ക്വാഡ് അതങ്ങനെ ക്രിയേറ്റ് ആയി സോറോയ്ക്ക് നേരെ വരികയാണ്. സോറോ ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ എന്താ അവിടെ ഉണ്ടായിരുന്ന ആമറൈസിനെയും അതുപോലെ തന്നെ വില്ലന്മാരുടെ ആൾക്കാരെയും എല്ലാവരെയും ആ ഒരു എയർ സ്ക്വാഡുകൾ വെട്ടിത്തെറിപ്പിക്കുകയാണ്. വില്ലന്മാരുടെ ആൾക്കാരാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. നമ്മളെപ്പോലും ശ്രദ്ധിക്കാതെ അറഞ്ചം പുറഞ്ചം പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാണ്. എങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളും മരിച്ചു പോകുന്നു പറഞ്ഞ് അവർ ദൂരേക്ക് ഓടും. ഇവിടെ സാഞ്ചി ആണെങ്കിൽ ആ എയർ അറ്റാക്ക് കണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടും. പക്ഷേ അതറിയാതിരുന്ന ക്വീന്റെ ഭൂകമ്പത്തില് വലിയൊരു അറ്റാക്ക് വന്ന് ആഞ്ഞടിക്കുകയാണ്. ക്വീന്റെ കിളി പോയി അവൾ അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അതേസമയം സോറോ അവനാണെങ്കിൽ ഒരറ്റാക്ക് ബ്ലോക്ക് ചെയ്യും. ഒരു നിമിഷം മറ്റൊരു അറ്റാക്ക് വന്ന് ആഞ്ഞടിച്ച് ഇപ്പോ സോറോ ആണെങ്കിൽ അങ്ങനെ ഫ്ലൈ ചെയ്ത് പോവാണ്. പക്ഷെ കറക്റ്റ് സമയം ഫ്രാങ്കി സോറോയെ കണ്ട് അവനെ ക്യാച്ച് ചെയ്യും. ഫ്രാങ്കി ആണെങ്കിൽ സോറോയോട് എന്തു പറ്റി അവിടെ എന്താ നടക്കണമെന്ന് ചോദിക്കും. അതിനവൻ പറയും അവിടെ കിങ്ങും ക്വീനും അവർ രണ്ടുപേരും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാണ്. ആ കിങ് എയർ സ്ക്വാഡ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തു. ആ ഫോഴ്സിലാണ് ഞാൻ ഇവിടേക്ക് തെറിച്ചു വന്നത്. ഫ്രാങ്കി ആണെങ്കിൽ അത് കേട്ട് സോറോയോട് ഹെൽപ്പ് ആവശ്യമുണ്ടോ ചോദിക്കും. അതിനവൻ പറയും എനിക്ക് ആവശ്യമില്ല, എന്റെ ഇരയാണ്, ഞാൻ തന്നെ അവനെ തകർക്കുമെന്ന് പറഞ്ഞ് ടെററായിട്ട് കടന്നു പോകും. അതേസമയം ക്വീൻ ആണെങ്കിൽ കിങ്ങിനോട് ദേഷ്യപ്പെടും. ഓ നോ, ഒറ്റ ഒരുത്തം കാരണം എനിക്ക് തകർന്നു പോയത് എന്റെ നിതംബമാണ്. ഇനിയെങ്കിലും നീ നോക്കിയും കണ്ടും ഫൈറ്റ് ചെയ്യണമെന്ന് പറയും. പക്ഷെ കിങ് ആണെങ്കിൽ അപ്പോഴും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. റോഡ് അറ്റാക്കില് അവന്റെ ഫേസിലുണ്ടായിരുന്ന മാസ്ക് അത് ചെറുതായിട്ട് തകർന്നു. ഇതുവരെ കിങ് അവന്റെ ഫേസ് പുറത്ത് കാണിച്ചിട്ടില്ല. സോ ഓരോ കാരണം അവനിപ്പോ അവന്റെ മാസ്ക് ചെറുതായിട്ട് തകർന്നു പോകേണ്ട അവസ്ഥയിലെത്തി. അതിലങ്ങനെ ടെററായിട്ട് നിൽക്കും. ഇതിനാണെങ്കിൽ ഇപ്പൊ സാഞ്ചിയെ വിളിക്കും. വിൻസ്മോക്കിന്റെ മകൻ, ഞാൻ ഇവിടെയാണുള്ളത്. നിന്റെ ഓപ്പണന്റ് ക്വീൻ ഇടയ്ക്ക് വന്ന് എന്നോട് ഫൈറ്റ് ചെയ്ത് മര്യാദയ്ക്ക് തോറ്റു പോകുന്നതാണ് നിനക്ക് നല്ലത്. അത് കേട്ട് സാഞ്ചിയുടെ കൺട്രോൾ വീണ്ടും പോയി അവൻ ക്വീന് നേരെ ഫ്ലൈ ചെയ്ത് വരും. സാഞ്ചി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു എന്നെ വിൻസ്മോക്കിന്റെ മകനെന്ന് വിളിക്കാൻ പാടില്ല എന്ന്. ഞാൻ ലൂഫിയുടെ ടീമിലെ ഒരു മെമ്പറാണ്. സാഞ്ചി, ഇനി വീണ്ടും നീ എന്നെ അങ്ങനെ വിളിച്ച നിന്നെ ഒറ്റയടിക്ക് തീർക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പോ ക്വീനെ അറഞ്ച് പുറച്ച് അടിക്കും. ആണെങ്കിൽ 2 കൈ നീട്ടി ആ അടിയെല്ലാം തന്നെ സ്വീകരിക്കുകയാണ്. അതിനുശേഷം അവൻ സാഞ്ചിയോട് പറയും, നീ ലാസ്റ്റ് ടൈം ഫൈറ്റ് ചെയ്തപ്പോ ആ സ്റ്റെൽത്ത് സ്യൂട്ട് അത് യൂസ് ചെയ്തില്ലേ, നിന്റെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ കാണണം. സോ വിരോധമില്ലെങ്കിൽ അതുപയോഗിച്ച് നിനക്ക് എന്നോട് ഫൈറ്റ് ചെയ്തുടൻ ചോദിക്കും. സാഞ്ചിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവൻ അടി അതെരന്ന് വാങ്ങുകയാണെന്ന് സാഞ്ചിക്ക് മനസ്സിലാവും. സാഞ്ചി ആണെങ്കിൽ ഒരു സെക്കൻഡ് കോട്ടിനെ കുറിച്ച് ആലോചിക്കുന്ന അതേ സമയം തന്നെ അവനാണെങ്കിൽ വല്ലാത്തൊരു പെയിനും ഡിസി ഫീലിംഗ് ഒക്കെ തോന്നി ഒരു ഭാഗത്തേക്ക് മാറുകയാണ്. ക്വീൻ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവനോട് അടിച്ചു പറയും, എനിക്ക് നിന്റെ സ്റ്റെൽത്ത് മോഡ് കാണണം. വിൻസ്മോക്ക് ഫാമിലിയുടെ പവർ അതെന്താണെന്ന് നീ കാണിക്കും. സാഞ്ചിക്ക് കൺട്രോൾ പോയി. അവനാണെങ്കിൽ ക്വീനെ ചീത്ത വിളിക്കും. ആ ഗ്യാപ്പിൽ ക്വീൻ ആണെങ്കിൽ ലേസർ ബീം വെച്ച് അവൻ അറ്റാക്ക് ചെയ്യാണ്. അതേസമയം ഇവിടെ സോറോ അവൻ നൈസായി ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സോ ഇപ്പൊ കിങ്ങും ക്വീനും അവർ രണ്ടുപേരും 2 ഭാഗത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. ഇനി ഈസിയായി നോക്കൗട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയും. ആണെങ്കിൽ സോറോയോട് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടോ ചോദിക്കും. അതിന് സോറോ പറയും, എനിക്കിപ്പോ ഹെൽപ്പൊന്നും ആവശ്യമില്ല, ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. കിങ് ആണെങ്കിൽ ഇപ്പൊ സോറോയുടെ അടുത്തേക്ക് പാഞ്ഞടുക്കും. അതേസമയം ഓപ്പോസിറ്റ് സൈഡിൽ ചുമരില് കിങ്ങിനെ ഒരു ഡൈനോസറിന്റെ രൂപത്തിലായിരിക്കും കാണുക. മറ്റൊരു ഭാഗത്ത് സോറോ അവനെ ഒരു ടൈഗറിന്റെ രൂപത്തിലും. കിങ് ആണെങ്കിൽ പാഞ്ഞു വന്ന് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ സോറോ അങ്ങനെ തെറിച്ചു പോയി പുറത്തേക്ക് അടിച്ചു വീഴുകയാണ്. സോറോ ആണെങ്കിൽ ഞൊട്ടിയടയിൽ ചാടി എഴുന്നേക്കും. സോറോ കിങ്ങിനെ ശ്രദ്ധിക്കും. ഇപ്പോഴത്തെ സോറോയുടെ അറ്റാക്കില് കിങ്ങിന്റെ മാസ്ക് അതൊരല്പം തകർന്ന് അവന്റെ കുറച്ച് ഭാഗം ഇപ്പൊ പുറത്ത് കാണാം. ഇങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.